കർമ്മഫലങ്ങൾ. പാപവും രസവും ഒന്നുപോലെ തന്നെയാണ്. രണ്ടും ഒളിച്ചു വയ്ക്കാവുന്നതല്ല. രസം ചേർന്ന ഏതെങ്കിലും സാധനം ആരുമറിയാതെ എത്ര രഹസ്യമായി ഉപയോഗിച്ചാലും അത് എപ്പോഴെങ്കിലും ഒരിക്കൽ ദേഹത്തിൽ കുരുക്കളായിട്ടോ പരുക്കളായിട്ടോ ഏതെങ്കിലും ഒരു രൂപത്തിൽ വെളിയിലേക്ക് വരുമെന്നുള്ളത് തീർച്ച തന്നെ. അതുപോലെ ഒരാൾ ഒരു പാപം ചെയ്താൽ അതിൻ്റെ ഫലം എപ്പോഴെങ്കിലും ഒരിക്കൽ അനുഭവിച്ചേ കഴിയൂ എന്നുള്ളതും നിശ്ചയം തന്നെ. കോശസ്ഥനായ പട്ടുനൂൽപ്പുഴു അതിൻ്റെ ലാലാജലത്തിൽ സ്വയമേവ മുഴുകി മറഞ്ഞിരിക്കുന്നത് പോലെ വിഷയ വ്യാപൃതനായ അന്തരാത്മാവ് സ്വപ്രവൃത്തികളാകുന്ന വലക്കണ്ണികളിൽ സ്വയമേവ അകപ്പെട്ട് കുരുങ്ങി വ്യാപൃതനായിത്തീരുന്നു. എന്നാൽ കോശസ്ഥനായ പട്ടുനൂൽപ്പുഴു ഒരു ചിത്രശലഭമായി പരിണമിക്കുമ്പോൾ കോശം പിളർന്ന് പുറപ്പെട്ട് സ്വാതന്ത്ര്യ സുഖം അനുഭവിക്കുന്നത് പോലെ തന്നെ ലോകവിഷയത്തിൽ വ്യാപൃതമായ ആത്മാവ് വിവേക വൈരാഗ്യങ്ങളാകുന്ന പക്ഷങ്ങൾ വിടർത്ത് വിഷയബന്ധത്തിൽ നിന്നും സ്വയമേവ വിമുക്തനായി സ്വാതന്ത്ര്യ നഭോമണ്ഡലത്തിൽ സ്വൈരവിഹാരം ചെയ്യുന്നു.